ഫുഡും ഇവിടെ കൊടുക്കുന്നുണ്ട്. നല്ല കളർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള നല്ല കിഡിലൻ ഫുഡ് ഇവിടെ അവൈലബിൾ ആണ്. ായിട്ടുണ്ടോ? ബ്രീഡ് ആവുന്നുണ്ട് അല്ലേ? അത്യാവശ്യം നല്ല വലിപ്പം വെച്ച് ബ്രീഡിങ് നമുക്കിവിടെ കൊടുക്കാനുണ്ടാവും. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു എവിടെയും അങ്ങനെ ബ്രീഡിംഗ് ആയിട്ട് ചെയ്യുന്നില്ല. ബിഗിനേഴ്സ് ഓൺ മലയാളം യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം മറ്റൊരു ഫാം വിശേഷങ്ങളായിട്ടാണ് ഇന്ന് എത്തിയത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കോഴിക്കോട് ചെട്ടികുളത്തുള്ള നമ്മുടെ SK അക്വാ ഫാമിലാണ് നിൽക്കുന്നത്. നല്ല രീതിയിൽ ഓസ്കാർ ബ്രീഡ് ചെയ്തിട്ടും സെല് ചെയ്യുന്ന ഒരു കിഡ്ലൻ ഫാമാണിത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓസ്കാർ ഇവിടെ ചെയ്യുന്നുണ്ട്. ഓസ്കാർ മാത്രമല്ല, ഏഞ്ചൽ മറ്റു വെറൈറ്റീസ് ഒക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഓസ്കാറാണ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നമുക്ക് നേരെ കൊണ്ട് പോയാലോ. ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം തന്നെ അവരൊരു പെയർ ആക്കുന്ന രീതി നമുക്ക് പരിചയപ്പെടാം കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പം ഫയർ റെഡും അതേമാതിരി തന്നെ ആൽബിനോയും ഉണ്ട് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ച് സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലിപ്പോൾ അതായത് ബ്രീഡിംഗ് പെയർ ആയിട്ട് തിരിഞ്ഞ ആൾക്കാരൊക്കെ ഒരു വശത്തേക്ക്, അതായത് ഒരു ഏരിയയിലേക്ക് തിരിയും. അതായത് ഇതൊക്കെ എഗ് ചെയ്യാനായതാട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു ഇഷ്ടികേൻ്റെ അടുത്തേക്ക് മാറിയിരിക്കുന്നത്. അങ്ങനെ ഓരോ സെക്ഷനിലേക്ക് ഇതാ അവിടെ കാണാൻ പറ്റുതാ, അവിടെ ഇതാ പെയറായി സെറ്റായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ ഓരോ സെക്ഷനിലേക്ക് മാറി നിൽക്കൂട്ടോ ഓരോരുത്തർ. അപ്പോൾ അതാ ഇതും എഗ് ചെയ്യാനായിട്ടുണ്ട്. ഇതും അവർ സെറ്റ് ചെയ്ത് അതിൽ ടൈലിട്ട് കൊടുക്കുക ചെയ്യാം. അപ്പോൾ അതിൽ പോയി അവർ മുട്ടിട്ട് ആ മുട്ട വേറൊരു ഇതിലേക്ക് ഹാച്ചിങ് കാര്യങ്ങളോ ചെയ്യുന്ന വേറൊരു സെക്ഷനിൽ പോയിട്ടാണ്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഇപ്പം അവർ പെയറായി തിരിഞ്ഞ ആൾക്കാരെ ആ ഒരു ഏരിയയിലേക്ക് അടുപ്പിക്കുമല്ലോ കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, വേറൊരു ഏരിയയും കൂടെ ഉണ്ട്. അവിടെയും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. പെയറാകാൻ വേണ്ടി ഇട്ടേക്കുകയാണ് കേട്ടോ. അത് പെയറാകാൻ വേണ്ടിയിട്ട് ഏകദേശം സെറ്റായി നിൽക്കുകയാണ്. ഓൾമോസ്റ്റ് ഇപ്പോൾ പെയറായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് വലിയൊരു ടാങ്കാണ്. ഇതിലും ഓൾമോസ്റ്റ് ഇപ്പോൾ പെയറായ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്ന് ഇവിടേക്ക് 2-3 എണ്ണം കൂടെ സെറ്റ് ആവാണ്ട് അവിടെ ഓൾറെഡി 2-3 ഇഷ്ടികൾ. ഇങ്ങനെയാണ് ശരിക്കും ഒരു ബ്രീഡിങ് സെറ്റപ്പ് ഇത് ഇവിടെ വരുന്നത്. ഓരോ സെക്ഷനിലേക്ക് ഇങ്ങനെ കയറി ഇതൊക്കെ എങ്ങനെയും ബ്രീഡിങ് സെറ്റപ്പ് ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതുപോലത്തെ ടൈലുകളുണ്ട്, അതാണ് അതിലേക്ക് വെച്ച് കൊടുക്കുക. ആ ടൈലിലാണ് അവർ മുട്ടിടുക. ആ ഒരു ബ്രീഡിങ് പെയറായി അതിൽ മുട്ടിട്ട രീതിയും കൂടെ നമുക്കിതിൽ കാണിക്കാൻ പറ്റും. നമുക്കെന്താ വെച്ചാൽ ഓൾറെഡി ഇവിടെ മുട്ടിട്ട് സെറ്റായതുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതും കൂടി ഒന്ന് കണ്ടുവരാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഓൾറെഡി എല്ലാം പെയറായി കിടക്കുന്ന ഓസ്കാറാട്ടോ. ഇതെല്ലാം പെയറായിട്ടുണ്ട്. ഓരോ സെക്ഷനിൽ ഇതാണ്ടില്ലേ, ഇവിടെ പെയറായി നിൽക്കുന്നുണ്ട്. ഇതാ ഇവിടെ ടൈല് നിങ്ങൾ കാണുന്നുണ്ടോ? ഈ ടൈല് വെച്ച് കൊടുക്കുക. ഈ ടൈലിൽ മുട്ടിട്ട് കഴിഞ്ഞാൽ ഈ ടൈൽ എടുത്തിട്ട് വേറെ സെക്ഷനിലേക്ക് മാറ്റും. അതാ ഇത് എല്ലാത്തിലും ഉണ്ട്, എല്ലാ ഡബ്ബയിലും സെറ്റായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് വെക്കുക ചെയ്യാം. പിന്നെ അത് ഓൾറെഡി ടൈല് വെക്കാൻ വിട്ടുപോയൊരു ഇതുണ്ടായിരുന്നു, അതിൽ മുട്ടിട്ട് കാണിച്ചു തരാം. അതാ ഈ ഒരു വൈറ്റ് കളറാണ് മുട്ട വരുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ടൈല് വെക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ ടൈല് വെക്കാത്തത് കൊണ്ട് ഇപ്പോൾ അതിൽ മുട്ടിട്ട് അതിപ്പം ഒരു പോസ് വഴിയോ അങ്ങനെ എന്തെങ്കിലും ഇതാക്കി വേറെ ഹാച്ചിങ്ങിൻ്റെ സെക്ഷനിലേക്ക് മാറ്റണം. ഇത് ഓൾറെഡി അവർ മുട്ടിട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അത് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി വേറെ സെക്ഷനിലേക്ക് മാറ്റണം. അപ്പോൾ അതും ഇവിടെ വരുന്നുണ്ട്. ഇവിടെ മുട്ട വിരിയിപ്പിക്കാനും ഇതാക്കാനൊക്കെ ഉള്ള സെക്ഷൻ എന്ന് പറയുന്നത് വേറൊരു സെക്ഷൻ തന്നെയാണ്. നമുക്ക് പതുക്കെ കാണിക്കാം. അപ്പോൾ കാണാൻ പോണത് ആൽബിനോൻ്റെയും അതേമാതിരി തന്നെ ഫയർ റെഡിൻ്റെയും കുഞ്ഞുങ്ങളെയാട്ടോ. ഇത് ഏകദേശം 3 ഇഞ്ച് സൈസ് 4 ഇഞ്ച് സൈസിലൊക്കെ വരുന്ന കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ട്. പ്രൈസ് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പറൊക്കെ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നമ്മുടെ ഇവിടെ ഫാം വരെ വരിക. ഇനിയിപ്പോൾ അയച്ചു തരണമെങ്കിൽ അയച്ചും തരും. അതിൻ്റെ കൊറിയർ ചാർജ് അഡീഷണൽ ആയിരിക്കും കേട്ടോ. അപ്പോൾ കോപ്പറിൻ്റെ കുഞ്ഞുങ്ങളാണ്. കോപ്പറിൻ്റെ കുഞ്ഞുങ്ങളെയും കൊടുക്കാനുണ്ട്. ഞാൻ പറഞ്ഞ സെയിം സൈസ് തന്നെയാണ്, 3-3.5 ഇഞ്ച് സൈസ് തന്നെയാണ് വരുന്നത്. കോപ്പറിൻ്റെ കുഞ്ഞുങ്ങളും ഇവിടെ കൊടുക്കാനുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ടും വന്നെടുക്കണമെങ്കിലൊക്കെ ഇവിടെ വന്ന് ഡയറക്റ്റ് വന്ന് എടുത്തു കഴിഞ്ഞാൽ
റേറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സനു ബ്രോ പറഞ്ഞു തരും. ഇത് വിരിഞ്ഞിറങ്ങി ഏകദേശം ഒരു ഫുഡൊക്കെ എടുത്ത് ഒരു ഇഞ്ച് അരഞ്ച് ആ ഒരു ലെവലിൽ സൈസിൽ വരുന്ന കുഞ്ഞുങ്ങളാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3-4 മാസം കൊണ്ട് തന്നെ നമുക്ക് കൊടുക്കാനുണ്ടാവും. അപ്പോൾ ഇതും ഫയർ റെഡും അതേമാതിരി തന്നെ ആൽബിനോ വരുന്നുണ്ട്. പൊടിക്കുഞ്ഞുങ്ങളാട്ടോ കാണുന്നത്. എന്ത് രസമല്ലേ കാണാൻ, നല്ല രസമാണ്. വരിക്ക് ഫുഡ് എടുക്കാനയച്ചിട്ട് ഞാൻ വരുന്ന കണ്ടിട്ടേ ഫുഡ് കൊടുക്കാനയച്ചിട്ട് ഇങ്ങനെ വരുന്നതാ. എത്രയാലതാ. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ പോളാറിൻ്റെ അത്യാവശ്യം ഒരു 2-3 മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രീഡിങ് ചെയ്യാൻ പറ്റിയ പോളാറിൻ്റെ വൈറ്റും ബ്ലൂവും വെറൈറ്റിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഓസ്കാർ മാത്രമല്ല, ഇവിടെ ഇപ്പം പോളാറും നമുക്കിവിടെ കൊടുക്കാനുണ്ട്. അപ്പം പ്രൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ എത്രയാണെന്നുള്ളത് നിങ്ങൾ സനു ബ്രോനെ വിളിച്ച് ചോദിച്ച് മെൻഷൻ ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ അടുത്തതായി പരിചയപ്പെടുത്താൻ പോകണത് എന്താ വെച്ചാൽ ഒരു വെറൈറ്റി ഐറ്റാട്ടോ. നമ്മളെ ഒരു വിധത്തിൽ ഉള്ള ബ്രീഡേഴ്സിൻ്റെ അടുത്തൊന്നും ഇല്ലാത്തൊരു ഐറ്റാണ് ഹക്കേലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റാട്ടത്. കണ്ടോ, നല്ലൊരു രസമുള്ള ഒരു ഐറ്റം തന്നെയാണ്. അത് കണ്ടോ, ഒരു യെല്ലോയിഷും അതേമാതിരി തന്നെ വൈറ്റും കളർന്ന ഒരു ഹൈറ്റാണത്. നല്ല എന്താ പറയുക, അത്യാവശ്യം നല്ല ആക്റ്റീവ് ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതും ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം വെച്ചാൽ അങ്ങനെ എവിടെയും ഞാൻ അതിനെ കണ്ടിട്ടില്ല. ആകെ 1-2 സ്ഥലത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ അതും ഈ ഒരു വെറൈറ്റി അല്ല, ഒരു വൈറ്റ് ട്രാൻസ്പെറൻറ്റ് ആ ഒരു വെറൈറ്റി ഇതും മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. നല്ല രസമല്ലേ, നമ്മൾ അക്വേറിയത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു കളർ വെറൈറ്റി തന്നെയല്ലത്. ഒരു റെഡിഷും അതേമാതിരി തന്നെ ഒരു വൈറ്റും അങ്ങനത്തെ ഒരു കളറാണ്. പിന്നെ വാലിൻ്റെ മുകളിൽ ഒരു യെല്ലോ. മൊത്തത്തിൽ പോണേ എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മുടെ ക്രാഫിഷ് കാണാൻ വേണ്ടിയിട്ടോ നമ്മൾ പോണേ. അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ ക്രാഫിഷും ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഉണ്ടോ, നല്ല റെഡ് ക്രാഫിഷിനെയാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് കാണാൻ പോകുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള റെഡ് ക്രാഫിഷാണ് കാണുന്നത്. പിന്നെ ഇതിലിപ്പോൾ റെഡ് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ റെഡ് ഉണ്ട്, ഇതിലും ഓൾമോസ്റ്റ് ഇപ്പോൾ ഇതിൽ റെഡ് ഉണ്ട്, പിന്നെ ഒരു ബ്ലൂയും വരുന്നുണ്ട്, ബ്ലൂ ക്രാഫിഷും വരുന്നുണ്ട് കേട്ടോ. ഇവരെയൊക്കെ എന്ന് പറഞ്ഞാൽ അധികം മെയിൻ്റനൻസ് ഒക്കെ വളരെ കുറവാണ്. ഇതേമാതിരി സെറ്റ് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്രാഫിഷിനെ വളർത്താൻ കുറച്ചുകൂടി ഈസിയാണ്. പിന്നെ തൊട്ടപ്പുറത്ത് വേറൊരു വെറൈറ്റി വരുന്നുണ്ട്. ഇപ്പോൾ ഇതിലും കണ്ട വെറൈറ്റീനെക്കാട്ടും വേറൊരു വെറൈറ്റിയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ഗോസ്റ്റ് വെറൈറ്റിയിൽ വരുന്ന ക്രാഫിഷുകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കറക്റ്റായിട്ടുള്ളൊരു പേര് എനിക്ക് അറിയില്ല. ആർക്കെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യാം. നമ്മൾ അടുത്തതായിട്ട് നമ്മളിപ്പോൾ പറയാൻ പോണത് എന്താ വെച്ചാൽ ഇവിടുത്തെ ഒരു ഫിൽട്രേഷൻ രീതിയാട്ടോ നമ്മളിപ്പോൾ പറയാൻ പോണത്. ഇത് പ്യുവർലി നമ്മുടെ ധനുവായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫിൽട്രേഷൻ രീതിയാണ് വരുന്നത്. അതായത് ഈ ഒരു സെക്ഷനിലേക്ക് കയറി അടുത്ത സെക്ഷനിലേക്ക് പോയി അതിൻ്റെ അടുത്ത സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ച് റിട്ടേൺ പോണ രീതിയാണ്. അതായത് വെള്ളം എവിടെയും പോണില്ല, അതിൽ കൂടെ സറൗണ്ട് ചെയ്ത് സർക്കിൾ ചെയ്തിട്ടാണ് ഈ ഒരു ഇത് പോണത്. ഇതിൻ്റെ ഒരു ഫസ്റ്റ് തന്നെ ഉള്ള ഇത് എങ്ങനെയാണ് സംഭവം എന്ന് വെച്ചാൽ ഇതിൽ ഓൾറെഡി നമുക്ക് കാണിച്ചു തരാം. അതാ ഇവിടെ അതിൻ്റെ ഒരു ഇതുണ്ട്. ഇത് ഫുള്ള് സ്പോഞ്ചിങ് സെറ്റപ്പാണ്. അതായത് ഹാർഡായിട്ടുള്ള സ്പോഞ്ചാണ് വരുന്നത്, ഏറ്റവും ടോപ്പിലായിട്ട് വരുന്നത്. അതിൻ്റെ താഴെ ഈ ഒരു സെക്ഷനിലായിട്ട് ഒരു ഹാർഡായിട്ടുള്ളൊരു റബ്ബറിൻ്റെ ഒരു ടൈപ്പ് സാധനം വരും. അതിൻ്റെ തൊട്ട താഴെ അതിൻ്റെ തൊട്ട മുകളിൽ ഒരു സ്പോഞ്ചിങ്, അതായത് കുറച്ച് സുഷിരങ്ങളുള്ള, അതായത് വലിയ വലിയ വേസ്റ്റുകളൊക്കെ കുടുങ്ങി കിടക്കുക. അതിൻ്റെ മുകളിൽ വേറൊരു സെക്ഷൻ, അതിൻ്റെ മുകളിൽ വേറൊരു സെക്ഷൻ വരും. അപ്പോൾ ഇതിൽ ഏറ്റവും ലാസ്റ്റ് ചെറിയ സുഷിരങ്ങൾ വന്ന് ഇതിൽ അടിഞ്ഞ് നേരെ ഈ ഒരു ടാങ്കിലേക്കാണ് സെറ്റ് ആവുന്നത്. ഈ ഒരു ടാങ്കിൽ നിന്ന് നേരെ ജാവ റോക്ക് പിന്നെ അതേപോലെ തന്നെ അങ്ങനത്തെ ഇതിലേക്കൊക്കെ സെറ്റായി വാട്ടർ പ്യൂരിഫൈ ആയി ഈ ഒരു ഹോളിൽ കൂടിയാണ് തിരിച്ച് റിട്ടേൺ വരുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ദിവസം കൊണ്ട് 2 പ്രാവശ്യം സറൗണ്ട് ചെയ്തിട്ട് മുഴുവൻ വെള്ളവും ഈ ഒരു സർക്കിൾ ചെയ്ത് വരുന്നത് കൊണ്ട് ഫുള്ള് ക്ലീനായി കിട്ടും. അതാണ് ശരിക്കും ഇതിൻ്റെ ഇവിടെ ഒരു ഫിൽട്രേഷൻ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാവും. കാരണം വെച്ചാൽ വാട്ടറൊക്കെ നല്ല ക്ലീനായി കിടക്കുന്നുണ്ടല്ലേ. ഇതിപ്പം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാട്ടർ കാര്യങ്ങളൊക്കെ. പിന്നെ അല്ലാത്ത വേസ്റ്റ് വാട്ടറൊക്കെ ഇതിലേക്കാണ് പോണത്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വേറെ എന്താ പറയുക, അതിൽ തന്നെ ടാങ്കിൽ തന്നെ ഒഴിഞ്ഞു പോകും. കുറഞ്ഞ മക്കൾ ഇതിൽ ചെറിയ മക്കളൊക്കെ ഉണ്ട്, സൈഡിൽ കണ്ടില്ലേ, ഇതിൽ കുറച്ചുണ്ട്. അപ്പം അതിലേക്കാണ് പോണത്. അപ്പം വെള്ളം അങ്ങനെ വേസ്റ്റ് ആവുന്ന ഇത് ഇവിടെ വരൂല.
ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇതിൽ ഓൾറെഡി ഓസ്കാറിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് ഇതിലേക്ക് മാറ്റി ഇതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഓസ്കാറിൻ്റെ ബ്രീഡിങ് സെക്ഷനിൽ വരുന്നത്. ഇവിടെ കുഞ്ഞുങ്ങളും പിന്നെ ബ്രീഡിങ് ആയതും പിന്നെ പെയറായതുമായിട്ടുള്ള എല്ലാ ഐറ്റങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ പെയറായി സെറ്റായതാണ്. അതിൻ്റെ ചെറിയ കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത്. ഇതൊക്കെ ഏകദേശം എനിക്ക് തോന്നുന്നു എന്താ പറയുക 1-2 മാസം കൂടെ കഴിഞ്ഞാലൊക്കെ പതുക്കെ കൊടുക്കാനാവും. ഇതൊക്കെ കുഞ്ഞുങ്ങളാണ് അതിൻ്റെ. ഇതൊക്കെ പെയറായി കിടക്കുന്ന കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷനിലും പെയറായി കിടക്കുന്നുണ്ട്. ഇതൊക്കെ മുട്ടടാനുള്ളതാണ്. കാരണം അതിനാണ് ആ ടൈലൊക്കെ വെച്ച് കൊടുത്തത്. ഈ ഒരു സെറ്റപ്പാണ് ശരിക്കും നമ്മുടെ മുട്ടട്ട് ഈ ഒരു ടൈലിന് മാറ്റുക ചെയ്യുക. ഇവിടെ ഇത് കണ്ടില്ലേ, അതാണ് ഈ ഒരു മെത്തേഡിലാണ് ഇതിൻ്റെ മുട്ട വിരിയിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത്. അതായത് ഇതിൽ എയറേഷൻ കൊടുക്കും. എയറേഷൻ കൊടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ വെച്ചിട്ടാണ് മുട്ട വിരിയുക. ഇത് എയറേഷൻ ഇത് മാത്രം പോരാ, ഇതിൽ നമ്മുടെ ഒരു ബോട്ടിൽ ഹൈഡ്രോ പെറോക്സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് വരുന്നുണ്ട്. അതും കൂടെ ഇതിൽ ഒഴിച്ചതിന് ശേഷം എയറേഷൻ കൊടുത്തതിന് ശേഷമാണ് ഇത് മുട്ട വിരിയാൻ സഹായിക്കുന്നത് കേട്ടോ. ഇവിടെ മാത്രമല്ല, ഇവിടെയുണ്ട് ആ ഒരു സെറ്റപ്പ് എയറേഷൻ. അതുകൊണ്ടാണ് ഇവിടെ പെയറൊന്നും ഇല്ലാത്തത്. അവിടെ തൊട്ട മുകളിലേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ കുഞ്ഞുങ്ങൾ ചെറിയ രീതിയിൽ വിരിഞ്ഞിറങ്ങി വരുന്നുണ്ട്. അത് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. കണ്ടോ, ചെറിയ അതായത് മുകളിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇതിപ്പോൾ കാണാൻ പറ്റാത്തത്. അപ്പോൾ അതിപ്പോൾ ഓൾറെഡി വിരിഞ്ഞിറങ്ങിയ മക്കളാണ്. ഇവിടെ കണ്ടില്ല, ഇതൊക്കെ വിരിഞ്ഞിറങ്ങിയ മക്കളാണ്. എങ്ങനെയാണ് ശരിക്കും അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കാണിച്ചു തരാം. ഇതാണ് പീകോക്ക് ബസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി ആട്ടോ. അത്യാവശ്യം നോണൊക്കെ കഴിക്കുന്ന ഒരു കിടിലൻ വെറൈറ്റിയാണ്. ഇത് പെയറായിട്ടുള്ളതാണ്. മെയിൽ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ മെയിൽ അത്യാവശ്യം വലുപ്പമുണ്ട്, ഫീമെയിൽ ചെറുതായിരിക്കും. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഓൺ വോയിസിലായതുകൊണ്ടാണ് ഈ ഒരു മിസ്റ്റേക്ക് വരുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് അറിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഓൾറെഡി പെയറായിട്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെയും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതിന് പ്യുവർലി ചെമ്മീൻ അങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ ആയിട്ടാണ് കൊടുക്കുന്നത്. കാരണം എനിക്ക് ഓസ്കാറിൻ്റെ മാതിരി തന്നെയാണ് ഒരു മോൺസ്റ്റർ ആ ഒരു കാറ്റഗറി തന്നെ വരുന്ന തന്നെയാണ് ഇപ്പോൾ ഓസ്കാർ. പിന്നെ അതേമാതിരി തന്നെ ഇപ്പോൾ പറഞ്ഞ പീകോക്ക് ബസ്, പിന്നെ അരാപ്പൈ മാലിഗേറ്റർ, ഇതൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് കേട്ടോ. ഞാൻ എന്ത് ചെയ്യാം, അതിൻ്റെ കുഞ്ഞുങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാം. പീകോക്ക് ബസ്സിൻ്റെ കുഞ്ഞുങ്ങളാട്ടോ കാണുന്നത്. ഏകദേശം കണ്ടു കഴിഞ്ഞാൽ ഒരു ഓസ്കാറിൻ്റെ കുഞ്ഞുങ്ങളമാതിരി, എല്ലാത്തിൻ്റെയും കുഞ്ഞുങ്ങളമാതിരി തന്നെയാണ് തോന്നുക. പക്ഷേ അതിൻ്റെ കുഞ്ഞുങ്ങളാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1-2 മാസത്തിനുള്ളിൽ നമുക്ക് കൊടുക്കാനുള്ളതൊക്കെ ആവും. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കാണാത്ത കുറച്ച് വെറൈറ്റിയും കൂടെ നമുക്ക് കാണിച്ചു തരാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സെവറത്തിൻ്റെ കുഞ്ഞുങ്ങളാട്ടോ ഈ കാണുന്നത് മുഴുവൻ. ഇവിടെ ബ്രീഡായ കുഞ്ഞുങ്ങളാണ്. ഇതൊക്കെ ഇവിടെ കൊടുക്കാനുള്ളതാണ്. അനുബ്രോൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എവിടെയും ചെയ്യാത്ത ഐറ്റങ്ങൾ പുതിയ പരീക്ഷണത്തിലൂടെ അത് ബ്രീഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് മൂപ്പരെ മെയിൻ ആയിട്ടുള്ളൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല പ്രിൻ്റ് വരുന്ന ഐറ്റമാണ്. ഇതിൻ്റെ പാരൻസ് ഇവിടെ തന്നെ ഉണ്ട്, അതൊക്കെ കാണിച്ചു തരാം. ഇത് ഏകദേശം കൊടുക്കാനായതാണ് ഈ ഒരു 1 ഇഞ്ച് സൈസ് ഉള്ളത്. ഇതിൻ്റെ കുഞ്ഞുങ്ങൾ തന്നെ ഇതുണ്ടല്ലേ, അതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത്. ഇതും പിന്നെ അതേമാതിരി തന്നെ ഇതും അതിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതും ഇവിടെ കൊടുക്കാനുള്ളതാണ്. പക്ഷെ ഇതൊരു 1-2 മാസം കൂടെ കഴിഞ്ഞാലേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ ഒരു ഐറ്റം ഇവിടെ കൊടുക്കാനുള്ളതാണ് കേട്ടോ. അതിൻ്റെ പാരൻസിനെ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ പാരൻസ് ആണ് ഇത്. ഈ കാണുന്നത് മെയിലും പിന്നെ അതിൻ്റെ ഉള്ളിൽ, അതായത് ഇതിൻ്റെ ഉള്ളിലാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫീമെയിൽ വരുന്നത്. കാരണം ഫീമെയിൽ അങ്ങനെ പുറത്തേക്ക് വരില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇതാണ് അതിൻ്റെ ഫീമെയിൽ. ഏകദേശം മെയിലും ഫീമെയിലും ഒക്കെ ഏകദേശം ഒരേമാതിരി തന്നെയാണ്. അപ്പോൾ ഞാൻ സനൂബ്രോനോട് ചോദിച്ചതാണ് ഏതാണ് മെയിൽ ഏതാണ് ഫീമെയിൽ എന്നുള്ളത്.
ഇതാണ് ഫീമെയിൽ കേട്ടോ. എനിക്ക് തോന്നുന്നു ഫീമെയിൽ കുറച്ചുകൂടി ഒരു എന്താ പറയുക യെല്ലോ കുറച്ചൊരു ഡാർക്കാന്ന് തോന്നുന്നു. ഇത് പിന്നെ മെയിൽ അതാ കാണുന്നത്. ഇതാണ് അവരെ പാരൻസ് എന്ന് പറയുന്നത്. അപ്പം ഇതും ഇവിടെ കൊടുക്കാനുണ്ട്. പാരൻസിൻ്റെ അല്ല, കുഞ്ഞുങ്ങളെ കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ കാണാൻ പോണത് നമ്മുടെ ഫെദർ വെറൈറ്റി ആട്ടോ. അതായത് ഗോസ്റ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു കിടിലൻ വെറൈറ്റി തന്നെയാണ്. നമ്മുടെ അക്വറിയത്തിലൊക്കെ അത്യാവശ്യം ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമുള്ള ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ അതായി കാണുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സനുബ്രോ ഇവിടെ ബ്രീഡ് ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ കുഞ്ഞുങ്ങളെയും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏകദേശം 1 ഇഞ്ച് സൈസിൽ ഇവിടെ കൊടുക്കും കേട്ടോ. അപ്പം നിലവിലിപ്പോൾ ഏകദേശം കൊടുക്കാനായിട്ടുണ്ട്. ഏകദേശം 1 മാസം കൊണ്ട് തന്നെ നമുക്കിവിടെ കൊടുക്കാനുണ്ടാവും. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു എവിടെയും അങ്ങനെ ബ്രീഡിങ് ആയിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിവിടെ ബ്രീഡിങ് ആയി കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല രസമാണ്, കാരണം ഒരു ഫെദർ, അതായത് തൂവല് പോലെ തന്നെയുള്ള ഇങ്ങനെ പാറി നടക്കുന്ന ഒരു ഐറ്റാണത്. ഞാൻ എന്ത് ചെയ്യാം, അതിൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ആണ് ഫെദറിൻ്റെ കുഞ്ഞുങ്ങൾ. ഏകദേശം ഒരു 1 ഇഞ്ച് സൈസൊക്കെ ആയാൽ ഇവിടെ കൊടുക്കാനുണ്ട്. അപ്പോൾ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. ഇത് മറ്റേ ആൽബിനോ റെഡ് അല്ലേ, ഫയർ റെഡ് അല്ലേ. പിന്നെ ഇതാണ് ആൽബിനോ റെഡ്. പെട്ടെന്ന് മനസ്സിലാവൂല്ലേ ഫയർ റെഡും ആൽബിനോ റെഡ് ഇതും തമ്മിൽ? 2 റെഡ് തന്നെയല്ലേ അല്ലേ, ആൽബിനോ റെഡും ഫയർ റെഡും അല്ലേ? മറ്റേ ഇതായിട്ടില്ലേ? അത് ഫുള്ള് റെഡ് ആയിരിക്കും അല്ലേ. ഇത് എത്ര സൈസ് ഉണ്ടാവും? ബ്രീഡിങ് സൈസ് തന്നെ അല്ലേ? ഇതിന്റെ നമുക്ക് കോപ്പർ കാണിക്കാനുണ്ടോ? അക്വറിയത്തിലാണല്ലോ അല്ലേ, നമുക്ക് അക്വറിയത്തിൽ കാണാം. അല്ലേ ഇത് ബ്രീഡ് ആവാറായിട്ടുണ്ടോ? ബ്രീഡ് ആവുന്നുണ്ട് അല്ലേ. അത്യാവശ്യം നല്ല വലിപ്പം വെച്ച് ബ്രീഡിംഗ് പെയർ ആണല്ലേ അത്? പെയറായോ? ഇടുന്നുണ്ട് അല്ലേ. അപ്പൊ ഇത് നമുക്ക് കൊടുക്കാനുണ്ട് അല്ലേ. ഇത് എത്ര പേരുണ്ടോ ഏകദേശം? 15 പേരുണ്ട്. 15 പേരിൽ നമുക്ക് കൊടുക്കാനുണ്ട് സാധനത്തിന്. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വെറൈറ്റി, അതായത് വെറൈറ്റികളുടെ ഒരു ലോകം തന്നെ പറയാം. കാരണം വെച്ചാൽ ഓസ്കാർ ആണെങ്കിലും ഫെദർ ആണെങ്കിലും, ഫെദർ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇതുവരെ ആരും ചെയ്തിട്ടില്ല. കേരളത്തിൽ ഫെദറിന്റെ ബ്രീഡ് എന്ന് പറഞ്ഞാൽ പുള്ളി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങളും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ കോണ്ടാക്ട് ചെയ്യുക, എന്നിട്ട് ഡയറക്റ്റ് ഇവിടെ വരിക, അയച്ചു കൊടുക്കാൻ കൊറിയർ കാര്യങ്ങളൊക്കെ ഇവിടെ സൗകര്യമുണ്ട്. അപ്പോൾ വരിക. പിന്നെ അത് കൂടാതെ തന്നെ നമ്മുടെ ഓസ്കാറിന് നല്ല കിടിലൻ ഫുഡ് ഇവിടെ അവൈലബിൾ ആട്ടോ. ഇവിടെ ഫുഡും ഇവിടെ കൊടുക്കുന്നുണ്ട്. നല്ല കളർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള നല്ല കിടിലൻ ഫുഡ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഫുഡും ഇവിടെ വരുന്നവർക്കുള്ള ഗുണം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫുഡും ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഓസ്കാർ വാങ്ങിയ ഫുഡ് വേറെ സ്ഥലത്തുനിന്ന് പോയി വാങ്ങണ്ട, എല്ലാത്തിനും ഫുഡ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഓസ്കാറിൻ്റെ പ്രത്യേകിച്ച് കളറ് നല്ല രീതിയിൽ കയറുന്ന ഫുഡ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതിനും നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി, ഫുഡും കൊറിയർ അയച്ചു കൊടുക്കുന്നതാണ്. മീൻസ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തു. അപ്പോൾ നിങ്ങൾ ഇതിൽ പ്രൈസ് ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആൾക്കാരോട് ഞാൻ പറയാനുള്ളത് എന്താ വെച്ചാൽ, പ്രൈസ് പലതിനും പല ഫാമിനും പല റേറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്ത് വരികയാണ് അത്രയും ബെറ്റർ. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. പിന്നെ ഞാൻ സ്വന്തം വോയിസ് ഇട്ടതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ മാനിച്ച് എന്താ പറയുക, ഞാൻ അടുത്ത ഇതിൽ നന്നായി സെറ്റപ്പ് ചെയ്ത് പ്രിപ്പയർ ഒക്കെ ചെയ്തിട്ട് പോകുന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്.